തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 ദിവസം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന് തൃശൂർ റെയിൽവേ പോലീസ് SHO തോമസ് KO. ഒരു ബാഗ് ഇരിക്കുന്നതായിട്ട് ഒരു സീപ്പർ 8:45 മണിക്ക് ഇവിടുത്തെ ഒരു സീപ്പർ ശോഭന എന്ന് പറഞ്ഞ സ്ത്രീയാണ് കണ്ടത്. അവർ ഉടനെ തന്നെ അത് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ RPFന്റെ ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നു. അവരത് തുറന്ന് നോക്കിയപ്പോഴാണ് 8:50 മണിയോടെ തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു 2 ദിവസം പ്രായമായ ഒരു ആൺകുട്ടിയുടെ മൃതശരീരമാണെന്ന് കണ്ടത്. അതുകൊണ്ട് സ്ഥലം ഗാർഡ് ചെയ്തു. ഇപ്പോൾ വേണ്ട നടപടി സ്വീകരിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഇതിലാണ്. ഷോൾഡർ ബാഗിലായിരുന്നു. ഷോൾഡർ ബാഗ് ഇപ്പോൾ സ്ഥലത്ത് തന്നെ ഉണ്ട്. അതിന് ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ CCTV കേന്ദ്രീകരിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. CCTV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാഗുമായിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നത്? വേണു, നിലവിൽ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് മൃതദേഹം ആരാണ് ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതോടൊപ്പം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വരും. ഈ നവജാത ശിശുവാണ് ഇപ്പോൾ മരിച്ചത് എന്നുള്ളതാണ്. 2 വയസ്സ് പ്രായമുള്ള ആൺകുട്ടി എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ഈ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണ്. ആരോഗ്യ കാരണങ്ങളെ തുടർന്നാകാം ഈ മരണം സംഭവിച്ചതെന്നും പിന്നീട് ഈ കുഞ്ഞിനെ ഈ മേൽപ്പാലത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ആരാണ് ഇത് ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നു. ഇന്ന് 8:45 കൂടിയാണ് തൃശ്ശൂരിലെ 1ാമത്തെയും 2ാമത്തെയും പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് ഈ ഒരു ബാഗ് കാണുന്നത്. പക്ഷേ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ സ്റ്റാഫുകൾ, അതായത് ഈ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഇതൊന്നും അറിയാതെ ക്ലീനിങ് സ്റ്റാഫുകൾ ഈ ബാഗ് അടിച്ചുകൂട്ടി മാലിന്യമാണെന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഈ ബാഗിന് വല്ലാതെ ഭാരം അനുഭവപ്പെടുന്നത്. പിന്നീട് ഇവർ റെയിൽവേ പോലീസിന് വിവരം അറിയിച്ചു. അവരെത്തി നടത്തിയ പരിശോധനയിലാണ് ഈ ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെത്തുന്നത്. എന്തായാലും നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷമായിരിക്കും മരണകാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ ബാഗ് ഉപേക്ഷിച്ച ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു, ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.